പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠങ്ങളൊക്കെ കൃത്യമായി പഠിച്ചോ? നമ്മൾ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? 10ാം പാഠം അല്ലേ? പാഠത്തിൻ്റെ പേര് അനുരഞ്ജന കൂദാശ. ഇപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കുവാൻ ആരുടെ സഹായം നമുക്ക് ആവശ്യമാണ്? ഈശോയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. മക്കളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. ശാന്തമായി സ്വസ്ഥമായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൽ ഒന്നായിരുന്നേ. കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഇന്ന് അനുരഞ്ജന കൂദാശ എന്നുള്ള പാഠം പഠിക്കുമ്പോൾ ഈ പാഠത്തിലെ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, അനുരഞ്ജന കൂദാശ എന്നുള്ള പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? എന്താണ് അനുരഞ്ജന കൂദാശ? നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായി അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അനുരഞ്ജന കൂദാശ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. നിങ്ങളോടൊരു കഥ പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആട്ടുംകുഞ്ഞുങ്ങളുണ്ടോ? നിങ്ങൾ ആട്ടുംകുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത വീട്ടിലല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞ് ആട്ടിൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾക്കിഷ്ടമാണോ? നിങ്ങൾക്ക് ആട്ടിൻ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണല്ലേ? കുഞ്ഞുമക്കളെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുഞ്ഞുങ്ങൾ 10 ആട്ടിൻകുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ചേ. 10 ആട്ടിൻകുഞ്ഞുങ്ങളിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ആട്ടിൻകുഞ്ഞിനെ കാണുന്നില്ല. നിങ്ങൾക്ക് സങ്കടമാവുമോ? സങ്കടമാവുമല്ലേ? എന്നിട്ടോ നിങ്ങൾ കുറച്ച് ദൂരമൊക്കെ അന്വേഷിച്ച് പോകും. ഇനി കണ്ടില്ലെങ്കിലോ? സാരമില്ല, 9 ആട്ടിൻകുഞ്ഞുങ്ങളുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തോടെ നിങ്ങൾ തിരിച്ചു വരുമല്ലേ? എന്നാൽ സിസ്റ്റർ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യമാണ്. നമ്മുടെ ഈശോ പറഞ്ഞ ഒരു കാര്യം. ഈശോ പറയാണ്, ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു. എത്രയാടാ? 100 ആടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഇടയൻ, ആടിനെ മേയ്ക്കുന്ന ഇടയൻ, ഈ 100 ആടുകളെ ഇങ്ങനെ മേയ്ക്കാൻ കൊണ്ടുപോവാ. അതായത് തീറ്റ തിന്നാൻ, പുല്ല് തിന്നാൻ വേണ്ടി ഇങ്ങനെ ദൂരദേശത്തേക്കൊക്കെ കൊണ്ടുപോകും. ഇടയൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും, എല്ലാ ആടുകളുണ്ടോ, എല്ലാ ആട്ടിൻകുഞ്ഞുങ്ങളും അല്ലെങ്കിൽ തള്ളയാടുകളും കുഞ്ഞാടുകളെല്ലാം തിരിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. ഒരു ദിവസം വൈകുന്നേരം ആടിനെ ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ 100 ആടുകളിൽ ഒരാടിനെ കാണുന്നില്ല. ഇടയൻ ഒന്നുകൂടി, എനിക്ക് 100 ആടുകളാണല്ലോ ഉണ്ടായിരുന്നത്, ഒരാട്ടിൻകുഞ്ഞിനെ കാണുന്നില്ലല്ലോ. ഇടയന് അടുത്തൊക്കെ അന്വേഷിച്ചു നോക്കി, എന്നിട്ടും കുഞ്ഞാടിനെ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ഇടയൻ കുറച്ചുകൂടി ദൂരേക്ക് പോയി. ആറുകളും തോടുകളും പുഴകളും മലകളും മുള്ളുകളും എല്ലാം കടന്ന് ഇടയൻ ഇങ്ങനെ കുഞ്ഞാടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇടയൻ്റെ കാല് കല്ലിലും മുള്ളിലും ഒക്കെ തട്ടി കാല് മുറിയുന്നുണ്ട്. എന്നിട്ടും തൻ്റെ കുഞ്ഞാടിനോടുള്ള സ്നേഹം കൊണ്ട് ഇടയൻ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതാ ദൂരെ മുൾച്ചെടിയിൽ ഉടക്കി തൻ്റെ കുഞ്ഞാട് കിടന്ന് കരയുന്നു.
ഇടയൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് ആ കുഞ്ഞാടിനെ എടുത്തു തിരിച്ചു പോവുകയാണ്. മക്കളെ, ഇനി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് നോക്കിയേ. This teacher asks, having 100 sheep, if one is lost, will not leave the 99 and go after the one that is lost until he finds it? And who among you, when found, will not lay that sheep on your shoulders and carry it home with great joy? He was talking their language, and yet there was more. The story was meant to point beyond itself to something bigger, something truer, something deeper. It's about sheep, but at the same time, it's not really. It's about a shepherd, but at the same time, it's not really. It's about something more. Lostness and foundness. It's about the deep sense of feeling incomplete. The search that we all go on for satisfaction, wholeness, peace. It's about the lostness that we sense in our hearts that all other distractions have failed to contain. What we feel in our most honest, least masked moments. We all feel something of this. What am I doing here? And in the vastness of that question, we feel lost. It's about the deep human need in the people that this rabbi could see. But it's also about you, and it's also about me. We experience lostness in 1,000 different ways. We are the sheep. But it's only half the story. There is also a shepherd who goes after the sheep, who leaves everything to find it, and when he does, gently picks it up, puts it on his shoulders, and carries it home. കുഞ്ഞുമക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ദൂരെ ദേശത്തേക്ക് തൻ്റെ കുഞ്ഞാടിനെ അന്വേഷിച്ച് യാത്രയാകുന്ന ഇടയൻ ഇനി കണ്ടുകിട്ടിയപ്പോൾ ഇടയൻ എങ്ങനെയാണ് കുഞ്ഞാടിനെ ചേർത്ത് വെച്ചത്? തൻ്റെ ആടിനെ തോളിൽ വഹിച്ചുകൊണ്ട് ഇടയൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണല്ലേ. കണ്ടോ നിങ്ങൾ? അതെ, ഈശോ പറയുകയാണ്, ഇതുപോലെ 100 ആടുകളുണ്ടായിരുന്ന ഒരിടയൻ തൻ്റെ 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയുള്ള 99നെയും അവിടെ വിട്ടിട്ട് കാണാതെ പോയ ആ ഒരാടിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തിക്കഴിയുമ്പോൾ ആ ഇടയൻ അതിനെ തോളിലെടുത്ത് ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു സംഭവം. കുഞ്ഞുമക്കളെ, ഇതുപോലെയാണ് 100 പേര് ഉണ്ടായിരിക്കെ ഒരാള് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നല്ല വിശുദ്ധരായി ജീവിക്കുമ്പോൾ അക്കൂട്ടത്തില് ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു കുഞ്ഞുമോൻ അല്ലെ ഒരു കുഞ്ഞുമകളുണ്ടെങ്കിൽ ഈശോ നമ്മളെ തേടി വരികയാണ്. ഈശോ നമ്മളെ അന്വേഷിച്ച് വരികയാണ്. നമുക്കറിയാം, ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല മിടുക്കരായി ജീവിക്കുന്നവരെ, നന്നായിട്ട് പഠിക്കുന്നവരെ, പപ്പയും മമ്മയും അനുസരിക്കുന്നവരെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ഈശോ നോക്കുന്നത് ആരാണോ അനുസരണക്കേട് കാണിക്കുന്നത്, ആരാണോ ഈശോയെ സ്നേഹിക്കാതിരിക്കുന്നത്, ആരാണോ പ്രാർത്ഥിക്കാതിരിക്കുന്നത്, ആരാണോ മാതാപിതാക്കളെ അനുസരിക്കാതെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്, അവരെയൊക്കെയാണ് ഈശോ കൂടുതലായി അന്വേഷിച്ചിറങ്ങുന്നത്. ആ നഷ്ടപ്പെട്ട ആടിനെ തേടി ഇറങ്ങിയതുപോലെ കുഞ്ഞുങ്ങളെ, നമ്മൾ എത്രമാത്രം ഈശോയിൽ നിന്ന് അകന്നു പോയാലും ഈശോ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തി തിരികെ തോളിലേറ്റി കൊണ്ടുവരും. ഇങ്ങനെ ഈശോയിലേക്ക് തിരിച്ചു നടക്കാൻ, ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാൻ
നമ്മളെ സഹായിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. ഈ കൂദാശ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? വെറുതെ പോയി അല്ലെങ്കിൽ വികാരിയച്ഛൻ പള്ളിയുടെ പുറകിൽ ആ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ അത് കണ്ടിട്ട് ഓടിച്ചെന്ന് കുമ്പസാരിക്കുവാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. നമ്മൾ നല്ല കുമ്പസാരം നടത്തുവാൻ 5 കാര്യങ്ങളാണ് പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. 5 കാര്യങ്ങൾ. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ച് ഓർമ്മിച്ച് വെക്കണം. ഒന്നാമത്തെ കാര്യമാണ് ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണം. ഒന്നാമത്തെ കാര്യം ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം കണ്ടെത്തണം. കുഞ്ഞുമക്കൾ, എന്താണ് ഈ ആത്മശോധന എന്ന് പറഞ്ഞാൽ? സ്വയം ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഈശോയുടെ അടുത്തിരുന്നപ്പോൾ സക്കേവൂസിന് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റി, അല്ലേ? അപ്പോൾ നമ്മൾ ഈശോയുടെ അടുത്ത് ശാന്തമായിട്ടിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യണം. ബഹളത്തിൻ്റെ നടുവിൽ നിന്നല്ല, നമ്മൾ അല്പം ഒന്ന് മാറിയിരിക്കണം. ഒന്ന് ശാന്തമായിട്ടിരുന്ന് നോക്കിക്കേ. എന്നിട്ട് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ അപ്പോൾ നമുക്ക് കണ്ടെത്താനാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ആത്മശോധന ചെയ്ത് പാപങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ കൊച്ചു ത്രേസ്യായും ഒക്കെ ഇങ്ങനെ ചെയ്തു പോയ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ അവരിങ്ങനെ ബുക്കിനകത്ത് എഴുതി വെക്കും. എന്നിട്ട് കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിച്ചാണ് ഇവരൊക്കെ കുമ്പസാരിക്കാൻ പോയത്. നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കണം. എന്താ ഈ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ? പപ്പയോടും മമ്മിയോടും ഒക്കെ വഴക്ക് കൂടി കഴിയുമ്പോൾ, അല്ല നമ്മൾ കാരണം നമ്മുടെ പപ്പ കരയുന്നു, അല്ല നമ്മുടെ മമ്മിയുടെ മനസ്സ് വേദനിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സങ്കടം വരത്തില്ലേ? ഇതുപോലെ നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോ നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കാൻ വേണ്ടി അപ്പമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈശോയും വേദനിക്കും. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം ഓർത്തുകൊണ്ട്, ഈശോയ്ക്കെതിരായിട്ടാണല്ലോ ഞാൻ പാപം ചെയ്തത് എന്നോർത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടണം, അല്ലെങ്കിൽ പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ മനസ്താപപ്പെടണം. മക്കൾക്ക് മനസ്സിലായോ? ഇനി മൂന്നാമത്തെ കാര്യമാണ് പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. കുഞ്ഞുങ്ങളെ, നമ്മൾ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. അതായത് ഞാൻ എപ്പോഴും എൻ്റെ പപ്പായെ അനുസരിക്കാതിരിക്കും, അല്ല മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തർക്കുത്തരം പറയും, ഇങ്ങനെയൊരു സ്വഭാവം എന്നിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയെ, അങ്ങയുടെ സഹായം കൊണ്ട് ഞാൻ ഇനി ഈ പാപം ചെയ്യുകയില്ല. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ടി വിയുടെ മുമ്പിലിരുന്ന് പഠിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പപ്പയും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ ഫുൾ ടൈം മുഴുവൻ സമയവും ടി വിയുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞാണെങ്കിലോ ഞാൻ പ്രതിജ്ഞ ചെയ്യണം, ഞാനിനി വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ പപ്പയും അമ്മയും അനുവദിക്കുന്ന സമയം മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലിരിക്കുന്ന സമയമൊക്കെ ക്രമപ്പെടുത്തും എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാലാമത്തെ കാര്യമാണ് പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയും. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പള്ളിയിൽ പോയി വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പാപങ്ങൾ ഏറ്റുപറയുന്നത്. കുഞ്ഞുമക്കളെ, നമ്മൾ പൂർണ്ണമായും വ്യക്തമായും നമ്മൾ ചെയ്ത പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയണം. കുമ്പസാരക്കൂട്ടിൽ ആരാ ഇരിക്കുന്നത്?
ഒരു വൈദികന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ രൂപത്തിൽ ആരാ മക്കളെ ഇരിക്കുന്നത്? ഈശോയാണ് ഇരിക്കുന്നത്. ഈശോയ്ക്ക് നമ്മളെ അറിയാവോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാം. നമ്മൾ ചെയ്യുന്ന നന്മകളും അറിയാം, നമ്മൾ ചെയ്യുന്ന പാപങ്ങളും അറിയാം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അറിയാം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അറിയാം. എല്ലാ കാര്യവും ഈശോയ്ക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പാപം മറച്ചു വെച്ചാൽ അത് ഈശോയ്ക്ക് അറിയത്തില്ലേ? അത് ഈശോയ്ക്ക് അറിയാം. അപ്പം ഈശോ ഇങ്ങനെ കാത്തിരിക്കുക. ഏറ്റു പറയുന്ന പാപങ്ങളെല്ലാം ഈശോ ക്ഷമിക്കും. അപ്പോൾ നമ്മൾ പാപങ്ങളൊന്നും മറച്ചു വെക്കരുത്. കുഞ്ഞു കുഞ്ഞു പാപങ്ങളാണെങ്കിൽ പോലും നമ്മളത് ഈശോയോടാണ് ഏറ്റു പറയുന്നത്. അപ്പം 4-ാമത്തെ കാര്യമാണ്, പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റു പറയണം. ഇനി 5-ാമത്തെ കാര്യമാണ്, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. ചില കുട്ടികൾ സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്ററെ പ്രായശ്ചിത്തം എന്നാന്ന് മറന്നുപോയി, പ്രായശ്ചിത്തം ചെയ്തില്ല, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാരണം എന്താ? നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് നമുക്ക് ചെറിയൊരു പ്രായശ്ചിത്തം മാത്രമേ വൈദികൻ തരുന്നുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കടമ, അല്ലെങ്കിൽ നമ്മളുടെ പാപത്തിന് നമുക്ക് കിട്ടുന്ന ഒരു പരിഹാരമാണ് നമ്മൾ ഈ പ്രായശ്ചിത്തം നിറവേറ്റുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ അനുരഞ്ജന കൂദാശ പൂർണ്ണമാവുകയുള്ളൂ. അപ്പം മക്കൾക്ക് മനസ്സിലായോ ഈ 5 കാര്യങ്ങൾ? ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുങ്ങി വേണം അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാ? നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടും. അനുഗ്രഹങ്ങളിൽ 1-ാമത്തേതാണ്, നമ്മൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. അതുപോലെ ഇനി ഈ പാപത്തിൽ വീഴാതിരിക്കാനുള്ള വലിയ കൃപ ലഭിക്കുന്നു. വീണ്ടും നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം ലഭിക്കുന്നു, ഒരു ആന്തരിക സമാധാനം, അതുപോലെ വലിയ സന്തോഷം ലഭിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ഈ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കുന്ന ഈ ഫലങ്ങൾ നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണം. എൻ്റെ ഈശോ ഇത്രയും ഫലങ്ങൾ, ഇത്രയും സമ്മാനങ്ങൾ ഈ കൂദാശ സ്വീകരിക്കുന്നത് വഴി എനിക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ പാപമെല്ലാം വൈദികനോട് ഏറ്റുപറഞ്ഞു, അത് മാത്രം മതിയോ? നമ്മൾ പ്രായശ്ചിത്തം നിറവേറ്റി. വീണ്ടും നമുക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള കടമ ഉണ്ട്. ഇപ്പം നമ്മുടെ ദൈവത്തോടോ അല്ലെ നമ്മുടെ സഹോദരങ്ങളോടോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ സഹോദരങ്ങളോട് പോയി രമ്യപ്പെടുകയും വേണം, അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യണം. കൂട്ടുകാരനെ വിഷമിപ്പിച്ചാൽ അവരോടൊരു സോറി പോയി പറയണം, അല്ലെ കുമ്പസാരിച്ചാൽ എൻ്റെ പാപം തീരും, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ സഹോദരങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണം. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാപപരിഹാരം, അല്ലെങ്കിൽ നമ്മുടെ ഈ പാപത്തിനുള്ള പരിഹാരം പൂർണ്ണമാകാൻ വേണ്ടി ഈ വൈദികൻ തരുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ നമ്മൾ പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ, പരിത്യാഗ പ്രവൃത്തികൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരികയുള്ളൂ. അതുപോലെ ആരുടെയെങ്കിലും വസ്തുക്കൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലോ അത് കുമ്പസാരിച്ചാൽ മാത്രം പോരാ. കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെങ്കിലും നമ്മളത് തിരികെ കൊടുക്കണം. ആരുടെയെങ്കിലും വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരികെ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുരഞ്ജന കൂദാശയിൽ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് ഏറ്റവും പ്രധാനം. അതായത് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, പശ്ചാത്താപമില്ലാതെ ഒരുവന് ഈ കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയില്ല. അപ്പം മക്കൾ മനസ്സിലാക്കണം, പത്രോസ് കരഞ്ഞതുപോലെ, പാപിനിയായ സ്ത്രീ അനുതപിച്ചതുപോലെ, സക്കേവൂസ് അനുതപിച്ചതുപോലെ, ധൂർത്തപുത്രൻ തിരിച്ചു എന്നതുപോലെ ചെയ്തു പോയ പാപങ്ങളോർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. പശ്ചാത്താപമില്ലാതെ ഒരുവൻ ഈ കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ
ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഗൗരവമായ പാപം ചെയ്താൽ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കണം. കുഞ്ഞുമക്കളെ, അനുരഞ്ജന കൂദാശ എന്നുള്ള ഈ പാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അനുരഞ്ജന കൂദാശ എങ്ങനെയാണ് യോഗ്യതയോടെ സ്വീകരിക്കുന്നത്? 5 കാര്യങ്ങൾ. വീണ്ടും അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കളെ, നമുക്കൊരു പാട്ട് പാടിയാലോ? നമ്മുടെ ദേഹത്തിൽ ചെളിയായാൽ നമ്മൾ കഴുകും, ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു പാട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 64-ാം പേജിലുണ്ട്. നമുക്ക് ആ പാട്ട് പാടാം. ശ്രദ്ധിച്ച് കേൾക്കണേ. കുഞ്ഞുങ്ങൾ പാട്ട് പാടിയോ? എന്തർത്ഥമുള്ളൊരു പാട്ടാണല്ലേ? അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾ അനുരഞ്ജന കൂദാശ എന്നുള്ള ഈ പാഠം പഠിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു തിരുവചനം മനസ്സിൽ ഓർമ്മിപ്പിച്ചു വെക്കാൻ, അല്ലേ? ഓർമ്മിച്ചു വെക്കാൻ ഏതാണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടത് മനഃപ്പാഠമാക്കാൻ പറഞ്ഞിരുന്നു, അല്ലേ? മനഃപ്പാഠമാക്കാൻ സിസ്റ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ അതാരെങ്കിലും മനഃപ്പാഠമാക്കാതെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കൃത്യമായി ഇത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കാണാതെ പഠിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ഉരുവിടുക. ഏതാണ് വചനം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കുഞ്ഞുമക്കളെ, നമ്മൾ ഈ പാഠത്തിൽ 4 ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉത്തരം കണ്ടെത്തി. രണ്ടാമത്തെ ചോദ്യം, അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ ഏവ?
മൂന്നാമത്തെ ചോദ്യം, അനുരഞ്ജന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട എന്തെല്ലാം? നാലാമത്തെ ചോദ്യം, പാപപരിഹാരം പൂർണ്ണമാകാൻ വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തത്തിന് പുറമെ നാം എന്തെല്ലാം ചെയ്യണം? നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ എഴുതണം. വളരെ വൃത്തിയായി കൃത്യമായി ഉത്തരം എഴുതി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം, മറക്കരുത്. കുഞ്ഞുമക്കളെ, അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തത് ഒന്നുകൂടി ഉറപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. എന്താ? പാപം ചെയ്താൽ എനിക്ക് പാപബോധം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ കൃത്യമായി കുമ്പസാരിക്കും. അത് എനിക്ക് എത്ര പ്രായമായാലും മരിക്കുന്നത് വരെ ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഇപ്പോഴേ എടുത്തേ. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ കൃത്യമായി അനുരഞ്ജന കൂദാശ സ്വീകരിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സിലൂടെ ഈശോ തന്ന എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞ് മക്കളായ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായിരിക്കുന്ന എല്ലാ തിന്മകളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. എല്ലാ തടസ്സങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. ഈശോയെ, അങ്ങയുടെ കുഞ്ഞുങ്ങളായി, നല്ല മക്കളായി, മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Should